വർഷം 2016 ഓഗസ്റ്റ് 2. അന്ന് കോട്ടയം നഗരത്തിൽ നിന്നും 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഏറ്റുമാനൂർ എന്ന സ്ഥലത്തിനു സമീപം അമ്മഞ്ചേരി എന്ന ചെറു ഗ്രാമത്തിലെ പൈലിയിൽ ബാബു എന്നയാളുടെ റബ്ബർ തോട്ടത്തിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ ഒരു മൃതദേഹം നാട്ടുകാർ കണ്ടു. അമ്മഞ്ചേരി ഐക്യരക്കുന്ന് ജംഗ്ഷന് സമീപം പബ്ലിക് റോഡിൽ നിന്നും നോക്കിയാൽ കാണാവുന്ന വിധത്തിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് എൻ രാമചന്ദ്രൻ IPSന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോലീസുകാർ അവിടെ എത്തി പരിശോധിച്ചു. മൃതദേഹം കിടന്ന ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള അക്രമം നടന്നതിന്റെ യാതൊരു ലക്ഷണവും ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റെവിടെയോ വച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ആരോ മൃതദേഹം അവിടെ കൊണ്ടിട്ടതായിരിക്കാനാണ് സാധ്യതയെന്ന് രാമചന്ദ്രൻ സാറിന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് നീല പോളിത്തീൻ ബാഗിൽ കെട്ടിയിരുന്ന കറുത്തു കരിവാളിച്ച മൃതദേഹം ഒരു സ്ത്രീയുടേതായിരുന്നു. ശ്വാസം മുട്ടിയാണ് മരണം സംഭവിച്ചിരിക്കുന്നതെന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ നിന്ന് മനസ്സിലായി. മരണപ്പെട്ട സ്ത്രീ പൂർണ്ണ ഗർഭിണിയായിരുന്നു എന്ന് കണ്ടെത്തിയത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി. കൊല്ലപ്പെട്ടത് ആരാണെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലായിരുന്നു കോട്ടയം പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ജില്ലയ്ക്ക് അകത്തും പുറത്തു നിന്നും കാണാതായ സ്ത്രീകളെയും ഗർഭിണികളെയും കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യഘട്ട അന്വേഷണം. ചികിത്സയ്ക്കെത്തി പാതി വഴിയിൽ നിർത്തിപ്പോയ 30ഓളം ഗർഭിണികളുടെ വിവരങ്ങൾ പോലീസുകാർ ശേഖരിച്ചു. സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി സംഭവസ്ഥലത്തെ മൊബൈൽ ടവറിനു കീഴിൽ വരുന്ന 7000ഓളം നമ്പറുകൾ ശേഖരിച്ച് അതിൽ സംശയം തോന്നുന്ന 40ഓളം നമ്പറുകൾ കേന്ദ്രീകരിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. ഇതിനിടയിൽ കൊല്ലപ്പെട്ട സ്ത്രീയെ പറ്റി പല കഥകളും നാട്ടുകാരുടെ ഇടയിൽ പൊന്തി വന്നു. കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം ഒരു നാടോടി സ്ത്രീ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു എന്നും ആ മൃതദേഹം നാടോടി സ്ത്രീയുടേതാണെന്നും ഒരു പോലീസുകാരൻ തറപ്പിച്ചു പറഞ്ഞെങ്കിലും പിന്നീടുള്ള അന്വേഷണത്തിൽ മൃതദേഹം ആ നാടോടി സ്ത്രീയുടേതല്ല എന്ന് തെളിഞ്ഞു. അന്വേഷണം എങ്ങും എത്താതെ നിൽക്കുന്ന സമയത്താണ് രാമചന്ദ്രൻ സാറിന് മൃതദേഹം ഒളിപ്പിച്ചിരുന്ന നീല പോളിത്തീൻ ബാഗ് പരിശോധിക്കണമെന്ന് തോന്നിയത്. വിശദമായ പരിശോധനയിൽ ആ പോളിത്തീൻ ബാഗിന്റെ ഒരു ഭാഗത്ത് MQ എന്ന് തുടങ്ങുന്ന ഒരു ബാർകോഡ് അദ്ദേഹം കണ്ടു. ഇരുട്ടിൽ തപ്പുന്ന രാമചന്ദ്രൻ സാറിന്റെ മുന്നിലേക്ക് തെളിഞ്ഞു വന്ന ഒരു തിരിനാളമായിരുന്നു ആ ബാർകോഡ്. ആ ബാർകോഡിന് പറയാനുണ്ടായിരുന്നത് ഏകദേശം 1 വർഷത്തോളം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു ക്രൂര കൊലപാതകത്തിന്റെ കഥയാണ്. ഒരുപക്ഷെ കറുത്തു കരിവാളിച്ച മൃതശരീരം ആരുടേതാണെന്ന് പോലും കണ്ടെത്താൻ കഴിയാതെ തേഞ്ഞുമാഞ്ഞു പോകുമായിരുന്നു ആ കേസ്. ആ അവസരത്തിൽ ഒരു ബാർകോഡ് പ്രതിയെയും പ്രതിയിൽ നിന്ന് ഇരയെയും കണ്ടെത്തിയ അപൂർവമായ ഒരു അന്വേഷണ കഥ. കേൾക്കാം വാക്ചാതുരിയിൽ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം. ഞാൻ ബിജി. എല്ലാ തദ്ദേശ വിദേശ കൊറിയർ കമ്പനികൾക്കും ബാർകോഡ് അയച്ചു കൊടുത്ത് നടത്തിയ അന്വേഷണത്തിൽ ഗതി എന്നൊരു കൊറിയർ കമ്പനി ആ കൺസൈൻമെന്റ് നമ്പർ തങ്ങൾ വിതരണം ചെയ്ത ഒരു പാഴ്സലിന്റേതാണെന്ന് പറഞ്ഞു. ലക്ഷക്കണക്കിന് പാഴ്സൽ നമ്പറുകൾ പരിശോധിച്ച സമയത്ത് ആ നമ്പറിലുള്ള പാഴ്സൽ 1.5 വർഷം മുമ്പ് ഗൾഫിൽ നിന്നും വന്നതാണെന്നും അത് ആദ്യം ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്നും മംഗലാപുരത്തേക്കും മംഗലാപുരത്ത് നിന്നും കോഴിക്കോടുള്ള കൊറിയർ കമ്പനിയുടെ പാഴ്സൽ ഗോഡൌണിലേക്കും പോയി എന്ന് ഗതി കൊറിയർ കമ്പനിക്കാർ പറഞ്ഞു. അവിടെ നിന്നും ആ പാഴ്സൽ എങ്ങോട്ടാണ് പോയത് എന്ന് കണ്ടുപിടിക്കുന്നത് പോലീസ് സംഘത്തിന് ദുഷ്കരമായ ഒരു കാര്യമായിരുന്നു. തുടർച്ചയായുള്ള അന്വേഷണത്തിന്റെ ഫലമായി കോട്ടയം ശാസ്ത്രി റോഡിലുള്ള ഒരു സർജിക്കൽ എക്യുപ്മെന്റ് കടയിൽ ജോലി ചെയ്യുന്ന ഖാദർ യൂസഫ് എന്നയാൾക്ക് വന്നതാണ് ആ പാഴ്സൽ നമ്പർ എന്ന് പോലീസുകാർ കണ്ടെത്തി. രാമചന്ദ്രൻ സാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഖാദർ യൂസഫ് എന്ന ബഷീറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ഇതേസമയം മറ്റൊരു പോലീസ് സംഘം അയാളുടെ വീട് പരിശോധിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ വീട്ടിൽ ആകെ 3 കട്ടിലുകളാണ് ഉണ്ടായിരുന്നത്. ഒരു കട്ടിലിൽ ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നില്ല. മൃതദേഹം പൊതിയാൻ ഒരു ബെഡ്ഷീറ്റും കൂടി ഉപയോഗിച്ചിരുന്നു എന്നത് സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്തി. രാമചന്ദ്രൻ സാറിന്റെ തുടർച്ചയായുള്ള ചോദ്യം ചെയ്യലിന് മുന്നിൽ ഖാദർ യൂസഫ് എന്ന ബഷീറിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അയാൾ കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ തുടങ്ങി. ഗൾഫിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന യൂസഫ് അവിടെ സർക്കാർ സർവീസിൽ നേഴ്സായിരുന്ന ഒരു യുവതിയെ വിവാഹം ചെയ്തു. കൊലപാതകം നടക്കുന്നതിന് 3 വർഷം മുമ്പ് യൂസഫ് മാത്രം നാട്ടിലെത്തുകയും കോട്ടയം ശാസ്ത്രി റോഡിലുള്ള സർജിക്കൽ എക്യുപ്മെന്റ് ഷോപ്പിൽ ജീവനക്കാരനായി പ്രവേശിക്കുകയും ചെയ്തു. അതിരമ്പുഴ കുന്നംകുളം ഭാഗത്ത് ഇയാൾ ഒരു വീട് പണിതു. ഈ വീടിന്റെ എതിർവശത്തായിരുന്നു വിശ്വനാഥന്റെ വീട്. വിശ്വനാഥന്റെ മകളാണ് 20 വയസ്സുള്ള അശ്വതി.
യൂസഫ് തന്റെ വീട്ടിൽ വെച്ച് സ്ഥിരമായി വിശ്വനാഥനുമായി മദ്യപിക്കാൻ ആരംഭിച്ചു. ഭാര്യയുടെ അസാന്നിധ്യത്തിൽ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന അശ്വതിയുമായി അയാൾ അടുപ്പത്തിലായി. യൂസഫിന്റെ സ്വഭാവത്തിൽ സംശയം തോന്നിയ അശ്വതിയുടെ മുത്തശ്ശി മാലതി അശ്വതിയുടെ മാതാപിതാക്കളോടത് പറഞ്ഞെങ്കിലും യൂസഫിന്റെ നല്ല പെരുമാറ്റവും അയാളെ കൊണ്ട് സഹായവും ഉള്ളതിനാൽ മുത്തശ്ശിയുടെ ഈ മുന്നറിയിപ്പ് അവർ കാര്യമാക്കിയെടുത്തില്ല. കൂടാതെ അശ്വതി വീട്ടിലുള്ളപ്പോൾ യൂസഫ് അങ്ങോട്ട് വരികയോ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ അശ്വതിയോട് അയാൾ സംസാരിക്കുകയോ ചെയ്യുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അശ്വതിയും യൂസഫും തമ്മിലുള്ള ബന്ധത്തിന് തെറ്റായ ഒരു അർത്ഥം കാണാൻ അശ്വതിയുടെ മാതാപിതാക്കൾക്ക് സാധിച്ചില്ല. ഇതിനിടയിൽ അശ്വതി ഗർഭിണിയായതോടുകൂടി ഖാദർ യൂസഫ് എന്ന ബഷീറിന്റെ പൈശാചിക ബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങി. ആ അവസരത്തിൽ അശ്വതിയെ വിശ്വനാഥന്റെ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിക്കേണ്ടത് ഖാദർ യൂസഫിന്റെ ആവശ്യമായിരുന്നു. യൂസഫിന്റെ നിർദ്ദേശപ്രകാരം അശ്വതി തന്റെ അമ്മ സിന്ധുവിന്റെ ബന്ധുഗൃഹമായ ആറന്മുളയിലേക്ക് താമസം മാറ്റി. ടൈലറിംഗ് പഠിക്കാൻ പോകാനാണ് താൻ ആറന്മുളയിലേക്ക് താമസം മാറ്റിയതെന്നാണ് അശ്വതി മാതാപിതാക്കളെ വിശ്വസിപ്പിച്ചത്. അവിടെ വെച്ച് 2015 നവംബർ 10 അശ്വതിയെ കാണാതെയായി. അശ്വതിയെ കാണാനില്ല എന്നൊരു പരാതി വിശ്വനാഥനെ കൊണ്ട് ഖാദർ യൂസഫ് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ കൊടുപ്പിച്ചു. സത്യത്തിൽ അവിടെ നടന്നത് എന്താണെന്ന് വെച്ചാല് ആറന്മുളയുള്ള ബന്ധുവീട്ടിൽ നിന്നും ഇറങ്ങിയ അശ്വതിയെ ഖാദർ യൂസഫ് കൂട്ടിക്കൊണ്ടുപോയി തന്റെ വീട്ടിൽ താമസിപ്പിക്കുകയായിരുന്നു. പോലീസുകാരും ബന്ധുക്കളും അശ്വതിയെ തിരഞ്ഞു നടക്കുമ്പോൾ അവൾ സ്വന്തം വീട്ടിനടുത്തുള്ള ഖാദർ യൂസഫിന്റെ വീട്ടിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു. അശ്വതിയെ അന്വേഷിച്ചു നടക്കുന്നവരുടെ കൂട്ടത്തിൽ ഖാദർ യൂസഫും ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു രസം. അശ്വതി താനൊരു ബസ് ജീവനക്കാരനുമായി പ്രണയത്തിലാണെന്നും തങ്ങൾ ഒളിച്ചോടാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും അമ്മ സിന്ധുവിനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അശ്വതിയെ കാണാതായ സമയത്ത് അങ്ങനെ ഒരു ബന്ധത്തെ പറ്റി അന്വേഷിച്ചെങ്കിലും തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിരുമ്പുഴയുള്ള വീട്ടിൽ അശ്വതിയുമൊത്ത് രഹസ്യമായി താമസിച്ചു വരുമ്പോഴാണ് ഗൾഫിലുള്ള തന്റെ ഭാര്യ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന വിവരം യൂസഫ് അറിയുന്നത്. യൂസഫ് അപ്പോൾ തന്നെ അശ്വതിയും കൂട്ടിയിട്ട് എറണാകുളത്തുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിൽ അവളെ താമസിപ്പിക്കുവാൻ ചെന്നെങ്കിലും പൂർണ്ണ ഗർഭിണിയായ അശ്വതിയെ അവിടെ താമസിപ്പിക്കുവാൻ ഹോസ്റ്റൽ അധികൃതർ വിസമ്മതിച്ചു. അശ്വതിയെ കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വന്ന യൂസഫിന് എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കണമായിരുന്നു. 2016 ജൂലൈ 30 രാത്രിയിൽ അശ്വതിയും യൂസഫും തമ്മിലുണ്ടായ വഴക്കിൽ യൂസഫ് അശ്വതിയോട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. പക്ഷെ അശ്വതി വിസമ്മതിച്ചു. തുടർന്ന് യൂസഫ് അശ്വതിയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച ശേഷം തറയിലേക്ക് തള്ളിയിട്ടു. വായും മൂക്കും പൊത്തിപ്പിടിച്ച് അശ്വതിയുടെ മരണം ഉറപ്പാക്കി. അതിനുശേഷം അശ്വതിയുടെ മൃതദേഹം ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് പോളിത്തീൻ കവറിൽ കെട്ടി സൂക്ഷിച്ചു. പിറ്റേ ദിവസം രാത്രി യൂസഫ് തന്റെ വണ്ടിയിൽ അശ്വതിയുടെ മൃതദേഹം റബ്ബർ കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു. യൂസഫിന്റെ വീട്ടിൽ നിന്നും കാറിൽ നിന്നും അശ്വതിയുടെ രക്തക്കറ കണ്ടെത്തി. യൂസഫിന്റെ വീട്ടിലുണ്ടായിരുന്ന അശ്വതിയുടെ മുടി, ഫിംഗർ പ്രിന്റ്സ് എന്നിവയും ബ്രഷിൽ നിന്നും കണ്ടെടുത്ത അശ്വതിയുടെ DNA-യും നിർണായക തെളിവുകളായി. അങ്ങനെ അതിരമ്പുഴയിൽ ഗർഭിണിയെ കൊന്ന് ചാക്കിൽ കെട്ടി റബ്ബർ തോട്ടത്തിൽ ഉപേക്ഷിച്ച കേസിൽ വിവാഹിതനും യുവതിയുടെ കാമുകനുമായ അയൽവാസി 42-കാരനായ കുന്നംകുളം മാമൂട്ടിൽ യൂസഫിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. റബ്ബർ തോട്ടത്തിൽ നിന്നും ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയ കറുത്തു കരുവാളിച്ച പൂർണ്ണ ഗർഭിണിയുടെ മൃതശരീരം ആരുടേതാണെന്ന് പോലും തിരിച്ചറിയാനാവാതെ കൊലപാതകി ആരാണെന്നറിയാതെ തേഞ്ഞുമാഞ്ഞു പോകുമായിരുന്ന ഒരു കേസിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് ഒരു ചെറിയ ബാർകോഡാണ്. എൻ രാമചന്ദ്രൻ IPS എന്ന സമർത്ഥനായ ഉദ്യോഗസ്ഥന്റെ സൂക്ഷ്മ നിരീക്ഷണമാണ് ആ ബാർകോഡ് കണ്ടെത്തിയത്. ആ ബാർകോഡ് ഇല്ലായിരുന്നെങ്കിൽ കുറ്റവാളിയെ കണ്ടെത്തുക എന്നത് വളരെ ദുഷ്കരമായ ഒന്നായി മാറിയേനെ. എന്നെങ്കിലും കാണാതായ തങ്ങളുടെ മകൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ വിശ്വനാഥനും സിന്ധുവും കാത്തിരുന്നേനെ. എത്ര വിദഗ്ധമായി ചെയ്ത കുറ്റകൃത്യമാണെങ്കിലും ദൈവത്തിന്റെ ഒരടയാളം ബാക്കി വെക്കുമെന്ന് പറയുന്നത് എത്രയോ ശരിയാണ്. അതിരമ്പുഴ മർഡർ കേസിനെ പറ്റിയിട്ടുള്ള ഈ അവതരണം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അടുത്ത കഥയുമായി വരുന്നത് വരെ നന്ദി.